വാർത്തകൾ തുടരുന്നു. ആലപ്പുഴ ചേർത്തലയിൽ നവജാത ശിശുവിനെ കാണാതായ സംഭവത്തിൽ മാതാവും ആൺസുഹൃത്തും കസ്റ്റഡിയിൽ. കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാണോ എന്ന് സംശയിക്കുന്നതായി പോലീസ് അറിയിച്ചു. ചേർത്തല സ്വദേശി ആശ, സുഹൃത്ത് രതീഷ് എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത്. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേരുന്നു. ശരണ്യ, കുഞ്ഞിനെ മറ്റൊരാൾക്ക് കൈമാറി എന്ന തരത്തിലായിരുന്നു ആദ്യം ഇവർ മൊഴി നൽകിയിരുന്നത്. ഇപ്പോൾ കുഞ്ഞിനെ കൊലപ്പെടുത്തിയോ എന്ന സംശയം ബലപ്പെടുന്നത് എന്തുകൊണ്ടാണ്? രേണുക, മൊഴികളിലുള്ള വൈരുദ്ധ്യമാണ് പ്രധാന കാരണമായി പറയുന്നത്. പള്ളിപ്പുറം സ്വദേശിനിയായ ആശ കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ 27-നാണ് ആൺകുഞ്ഞിന് ജന്മം നൽകിയത്. പിന്നീട് ഈ കുട്ടി മരണപ്പെട്ടതായി ആശാ വർക്കറെ ഇവർ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് ആശാ വർക്കറാണ് വാർഡ് മെമ്പറെ വിവരം അറിയിക്കുകയും പോലീസിൽ വിവരം കൈമാറുകയും ചെയ്തിട്ടുള്ളത്. തുടർന്ന് ഈ ആശയെ ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഒപ്പം തന്നെ ആൺ സുഹൃത്തായ രതീഷിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആദ്യം ഇവർ പറഞ്ഞത് കുട്ടിയെ തൃപ്പൂണിത്തറ സ്വദേശിയായ ഒരു കുടുംബത്തിന് വളർത്താൻ സാഹചര്യമില്ലാത്തതുകൊണ്ട് കൈമാറി എന്നുള്ള രീതിയിൽ പറഞ്ഞു. പിന്നീട് വിറ്റു എന്നുള്ള രീതിയിലും ഒക്കെ ഇവർ പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ കുട്ടി ജീവനോടെ ഇല്ല എന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷെ കുട്ടിക്ക് എന്ത് സംഭവിച്ചതാണ്, അല്ലെങ്കിൽ ജീവനോടെ ഇല്ലാത്ത കുട്ടി എവിടെയാണ് എന്നതിനെ സംബന്ധിച്ചൊക്കെ ഇനിയും അന്വേഷണ സംഘത്തിനെ കണ്ടെത്തേണ്ടതായുണ്ട്. അല്പസമയം മുമ്പാണ് ഇവരെ കസ്റ്റഡിയിലേക്ക് കിട്ടിയത്. ഏതാനും മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം ചേർത്തല പോലീസ് അവരെ ചോദ്യം ചെയ്തു വരികയാണ്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറിൽ നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുട്ടി മരണപ്പെട്ടു എന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷെ അത് കൊലപാതകമാണോ അതോ കുട്ടി മരിച്ചതിന് ശേഷം മറവ് ചെയ്തതാണോ എന്നതിനെയൊക്കെ സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് ഇനിയും അന്വേഷണ സംഘത്തിന് പോകേണ്ടതായുണ്ട്. എന്നാൽ നിലവിൽ പോലീസ് പറയുന്നത് കുട്ടി ജീവനോടെ ഇല്ല എന്നുള്ളതാണ്. ശരി, ദുഃഖകരമായ വാർത്തയാണ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. മംഗളൂരുവിൽ